ബിനാമി ഇടപാടുകൾ വ്യാപകമാകുന്നു. എന്തൊക്കെ ഈ ബിനാമി എന്ന് പറഞ്ഞാൽ ഈ സുനാമി എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. എനിക്കൊരു 10,000 റുപ്യ വേണം. 10,000 റുപ്യോ? എന്തിനാ എനിക്ക് ഇപ്പൊ അത്രയും കായി? എനിക്ക് ചില ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാ. എന്താണ് അതൊന്നും പറഞ്ഞ ഉപ്പച്ചിക്ക് മനസ്സിലാവില്ല. ഉപ്പച്ചിക്ക് എന്ത് ലാപ്ടോപ്പ്, എന്ത് കമ്പ്യൂട്ടർ. അനക്കേ അതുകൊണ്ടുള്ള ആവശ്യം എന്താന്ന് പറയാണ്ടേ നമ്മൾ 5 പൈസ തരുന്ന പരിപാടിയില്ല. എനിക്ക് പലവിധ ആവശ്യങ്ങളുണ്ട് ഉപ്പച്ചിയെ. ഉപ്പച്ചിനെ പോലെ ഇങ്ങനെ ടെക്നോ സാവി ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയെ പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാൻ നോക്കല്ലേ? എന്ത് ധൈര്യം ഉണ്ട് എനിക്ക് 10,000 റുപ്യൊക്കെ എന്നോട് കണ്ണിലേക്ക് നോക്കി ചോദിക്കേ? 10,000 റുപ്യ എന്ന് കേട്ടാൽ ഞെട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു ഉപ്പച്ചിയെ. എന്തൊക്കെ ഈ പറഞ്ഞേ? 50,000-ന്റെ ലക്ഷത്തിന്റെ ഒക്കെ കച്ചവടങ്ങളല്ലേ ഉപ്പച്ചേറ്റ് നടക്കുന്നത്. ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ വിചാരിക്കാൻ കേട്ടോ. അന്നോടാര് ഇതൊക്കെ പറഞ്ഞേ? അപ്പൊ ഞാൻ കേട്ടൊക്കെ ശരിയാണല്ലേ? എനിക്ക് ഒരു 2,500 റുപ്യന്റെ ചുരിദാർ വേണം. അതിന്റെ മോളെ ഇത്ര വലിയ വിലയുടെ ചുരിദാർ എനിക്ക്? അല്ല, നമ്മളെ ജീവിത നിലവാരം കൂടുന്നതിനനുസരിച്ച് വില കൂടിയ ഡ്രസ്സ് വേണല്ലോ ഇടാൻ. അതിനെപ്പോഴും നമ്മളെ ജീവിത നിലവാരം കൂടിയേ? നിങ്ങളെപ്പോഴും മികച്ചൊരുക്കാരും മൂസന്റെ മക്കൾ തന്നെയല്ലേ? അല്ല ഉപ്പച്ചിയെ, പിള്ള സാറിന്റെ ബിനാമി മൂസാന്റെ മക്കളാണ് ഞങ്ങള്. ബിനാമിയോ? ഞമ്മളോ? ആ. അല്ല, ബിനാമി എന്ന് വെച്ചാ എന്താ മോളെ? കൂടുതൽ പണമുള്ളവര് മറ്റുള്ളവരുടെ പേരിൽ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യും, സ്ഥലം വാങ്ങും. അതാണ് ഈ ബിനാമി. പഠിച്ചോനെ, ഇത് പുറത്തറിയണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ സാധനങ്ങളും ഉപ്പച്ചി ഇവിടെ വാങ്ങിത്തരും. അതൊന്നും നടക്കൂല. എന്നാ പിന്നെ ഞങ്ങൾ ഇത് എല്ലാവരോടും പറയും ഉപ്പച്ചി ബിനാമിയാണ്. അതോടെ വാർത്ത പരക്കുകയും ചെയ്യും. പോലീസ് കേസ് വരെ വരും ഉപ്പച്ചിയെ. അതിന് മാത്രം നമ്മളൊന്നും ചെയ്തില്ലല്ലോ. പിള്ളച്ചാർ ഇവിടെ വന്നു എന്നുള്ളത് നേരാ. വന്നൂന്ന് മാത്രല്ല 2.5 ലക്ഷം രൂപ നോട്ടായിട്ട് ഉപ്പച്ചിന്റെ കയ്യിൽ തരുകയും ചെയ്യും. അല്ല, ഞമ്മളിപ്പോ എന്താ മാണ്ടിയേ? എന്താ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ആണിത്. യെസ്. അതെ, വായിച്ച് നല്ലോണം പഠിച്ചോളണ്ടി. ഏടന്നത് മനസ്സിലായി. പഠിച്ചോനെ, ഇത് മസാല സാധനത്തിന്റെ ലിസ്റ്റ് ഒന്നും അല്ലല്ലോ. പുതിയ വണ്ടി, പുതിയ വേഷം, പുതിയ സുശീലൻ. ടോട്ടലി ഞാൻ ആളാകെ അങ്ങ് മാറി. എങ്ങനെയുണ്ട് മുസക്ക? ഒരു അഭിപ്രായം പറയൂ. അല്ല, അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചോ? എന്തൊരു കോലാണ്ടത്! അനക്കിത് തീരെ ചേർന്നില്ല കേട്ടോ. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്ത മുസക്ക? എന്നും ലുങ്കിയും മുണ്ടും ടീഷർട്ടൊക്കെ ഇട്ട് നടന്നാ മതിയോ സുശീലൻ? അല്ല, അനക്ക് ഈ കോട്ടും സുട്ടൊക്കെ ആര് വാങ്ങി തന്ന്? ഒക്കെ ഞാൻ തന്നെ വാങ്ങിച്ചതാ. അതിനുള്ള കായ് എടുത്തിട്ട് ഞങ്ങൾക്ക്? അതോ, ഒരു ഉദാര മനസ്സുള്ള ഒരാൾ എന്റെ വീട്ടിൽ കൊണ്ട് തന്നതാണ്. അന്നെപ്പോലുള്ള തരികടക്ക് ആരാണ്ട് കായ് കൊണ്ട് തരിക? ഞാനപ്പ തരികടൊക്കെ നിർത്തി ഡീസന്റ് ആയി. ഇനി ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. എന്ത് ബിസിനസ്? റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഏക്കർ കണക്കിന് ഭൂമി, ആകാശം മുട്ടുന്ന ഫ്ലാറ്റുകൾ എന്റെ ഈ കയ്യിലൂടെ മറിയാൻ പോവാ. ഇനി എന്നെ പിടിച്ച കിട്ടില്ല കേട്ടോ. അല്ല, ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ ഒരു ബിസിനസ്സുകാരനായത്? ഇപ്പൊ ഞാനൊരു ബിനാമിയാ, പിള്ള സാറിന്റെ ബിനാമി. 2.5 ലക്ഷം ഉറുപ്പിയാണ് പിള്ള സാറ് എന്റെ പേരിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം കമ്മീഷൻ കിട്ടിയപ്പോ നേരെ പോയിട്ട് ഒരു പുത്തൻ വണ്ടി അങ്ങ് മേടിച്ച്. പഠിച്ചോനെ, ഇയാള് നാട്ടിലുള്ളവരെ മുഴുവൻ ബിനാമിയാക്കി വെച്ചിരിക്കുകയാണോ? പിള്ള സാറ് വേറെ ആരെയാ ബിനാമിയാക്കി വെച്ചത്? അത് ഞമ്മക്ക് അറിഞ്ഞൂടാ. അന്ന ബിനാമിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ കുറെ ആൾക്കാരെ ബിനാമിയാക്കി ഉണ്ടാകൂലേ? മൂസക്കയുടെ ആരോടും പറയരുത്. ഞാൻ മൂസക്കയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ പോകട്ടെ, പോയിട്ട് കൊറേ പണിയുണ്ട്.